ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച ശ്രീ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെന്ന സന്തോഷത്തിലാണ് കേരളത്തിലെ ഓരോ പൗരനുമുള്ളത്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളത് പാർട്ടി നേതൃത്വം അടുത്ത ദിവസം തന്നെ വ്യക്തമാക്കും. ഏതായാലും ഏറ്റവും പരിചയസമ്പന്നരും ഏറ്റവും യോഗ്യരുമായ ഒരു മന്ത്രിസഭയായിരിക്കും അടുത്ത 5 വർഷക്കാലം കേരളത്തെ നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ല, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണല്ലോ. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിനെ ചാരി എന്തെല്ലാം ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി ചില വർഗീയ ശക്തികൾ ശ്രമിച്ചത്. അത്തരം ശ്രമങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കേരള ജനത 102 സീറ്റ് നൽകി UDFന് ജയിപ്പിച്ചത്. അപ്പം അത്തരം ശ്രമങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് അത് പ്രചരിപ്പിച്ച ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച CPM അത് തിരിച്ചറിയാൻ തയ്യാറാവണം. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരേറ്റവും കൂടുതൽ ശ്രമിച്ചത് മുസ്ലിം ലീഗിനെ ചാരി വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ശ്രമങ്ങളിൽ നിന്ന് CPM, BJP ഏതായാലും അത്ര ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്, അതവരുടെ ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. പക്ഷേ CPMനെ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പം അത് തിരിച്ചറിയാനും തെറ്റ് തിരുത്താനും കേരളത്തിലെ CPM തയ്യാറാവണം. അതല്ലെങ്കിൽ ശരി, ബംഗാൾ പോലെ PK ഫിറോസിന്റെ പ്രതികരണമാണ്. കൊടുവള്ളി MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുമായ PK ഫിറോസ്. അദ്ദേഹം കാര്യങ്ങളിലൊക്കെ സംസാരിക്കുകയായിരുന്നു. സംസാരം തുടരുന്നതേ ഉള്ളൂ. നമുക്ക് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വാർത്തയിലേക്ക്